ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ചക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇതുപോലെ ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിലോട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് പെരിഞ്ചീരകം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ കുറച്ചും കൂടിയും കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുത്ത് ഈ ഒരു ചമ്മന്തി ആ ചക്കയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ആയി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.